ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 6-ാം ദിവസം. ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം ഉളവാക്കിയ ദൈവം, ശൂന്യവും പാഴുമായിരുന്നത് അനുഗ്രഹമാക്കി മാറ്റിയ ദൈവം, ഇരുൾ മാറ്റി വെളിച്ചമുണ്ടാക്കിയ ദൈവം, നമ്മുടെ ചിന്തകൾക്കും മനസ്സുകൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും എത്രയോ ശ്രേഷ്ഠൻ. മോശെ ഇസ്രയേൽ മക്കളോട് സൃഷ്ടിയുടെ വിവരണം ഉൽപ്പത്തി പുസ്തകത്തിലൂടെ ആത്മപ്രേരണയാൽ എഴുതിയ ഈ വരികൾ ശ്രദ്ധിച്ചു വായിക്കുന്ന ഒരു സാധാരണക്കാരന് അത്ഭുതം ഉണ്ടാക്കും എന്നതിൽ സംശയമില്ല. തൻ്റെ വാക്കിനാൽ എല്ലാം ഉളവാക്കുന്ന ദൈവം, അവൻ സ്രഷ്ടാവാണെന്ന് നാം എപ്പോഴും ഓർത്തിരിക്കുക. സർവശക്തനായ ദൈവം തൻ്റെ വാക്കാൽ സകലവും സൃഷ്ടിച്ചു. എലോഹിം, അവൻ നമ്മുടെ ദൈവം. എല്ലാം മനോഹരവും അടുക്കും ചിട്ടയോടെയും ദൈവം സൃഷ്ടിച്ചു. തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നാം ദൈവത്തെ പ്രതിഫലിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഓരോ ദിവസവും സൂക്ഷ്മതയോടെ നന്മ ചെയ്യുവാൻ നാം ശ്രദ്ധിക്കുക. ദൈവിക സ്നേഹം നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും മനോഭാവത്തിലും തെളിഞ്ഞു നിൽക്കട്ടെ. സൽപ്രവൃത്തികൾക്കായി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. അവൻ്റെ സ്നേഹവും ക്രമവും ജീവിതം മനോഹരമാക്കുവാൻ നമ്മെ സഹായിക്കുന്നു. മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകുവാൻ നമ്മുടെ ജീവിതശൈലി കാരണമാവട്ടെ. താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും നോക്കി ദൈവം പറഞ്ഞു, അത് എത്രയും നല്ലത്. ദൈവിക സൃഷ്ടിയായ ഞാനും നിങ്ങളും ദൈവത്തിന് സന്തോഷം നൽകുന്നുണ്ടോ? നമ്മെ നോക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണോ? ആ സാന്നിധ്യത്തിന്റെ അനുഭവം നിമിഷം തോറും നമ്മെ നടത്താറുണ്ടോ? ക്യാമറ വെച്ചിരിക്കുന്നതിനാൽ വാഹനം ശ്രദ്ധയോടെ ഓടിക്കുന്നവരും ഹെൽമറ്റ് ധരിക്കുന്നവരും നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. പിഴ കൊടുക്കാതിരിക്കുവാൻ മാത്രമുള്ള അനുസരണം. ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? നമ്മെ കാണുന്ന ദൈവം ഒരു പേടി സ്വപ്നമാണോ? അതോ തൻ്റെ സൃഷ്ടിയെ നോക്കി എത്രയും നല്ലത് എന്ന് പറയുന്ന ഒരു പിതാവിനെ പോലെ ദൈവത്തെ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവനെ പ്രസാദിപ്പിക്കുവാൻ എന്തൊക്കെയാണ് നാം ദിനംതോറും ചെയ്യുക? തെറ്റുകൾ നോക്കി ശിക്ഷിക്കുവാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ക്യാമറയായാണോ ദൈവത്തിന്റെ നോട്ടം നാം ചിന്തിക്കുന്നത്? അങ്ങനെയെങ്കിൽ അത് തികച്ചും പരിതാപകരമാണ്. നമ്മെ സ്നേഹിക്കുന്ന, ആസ്വദിക്കുന്ന ദൈവിക സ്നേഹം കാണുവാൻ നമ്മുടെ ഹൃദയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.